വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം 4:15 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെ പോവാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് 2 വർഷം തികയാണ്. അപ്പം അതിന് ബലിയുണ്ടല്ലോ, വർഷബലി, അത് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ട്രിവാൻഡ്രം പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ബലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ഉഴുന്നുവടയും പരിപ്പ് വടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. വടക്കൂട്ട് കറിക്കുള്ള പൊട്ടറ്റോയും സവോളയും വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ തോരനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഐഡിയയിൽ എന്താ നമുക്ക് പിന്നെ കാണാം. പിന്നെ നമ്മുടെ പായസം വെക്കാനുള്ള അട, ഇത് വേവിക്കാൻ വെക്കാണ് കേട്ടോ. അപ്പം വെള്ളം തിളച്ചോണ്ടിരിക്കുന്നത്. അടുത്ത ഇവിടുത്തെ മെയിൻ കുക്ക് എന്താണ് ചെയ്യുന്നത് തങ്കൾ? ശർക്കര ഉരുക്കുന്നു പായസത്തിന് വേണ്ടിയിട്ട്. അടപ്പായസത്തിനുള്ള ശർക്കര ഉരുക്കുവാണ്. മറയൂർ ശർക്കര ആണ് എടുത്തിരിക്കുന്നത്. നമ്മള് കുക്കൊന്നും അല്ല, കുക്കിന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അട വേവിക്കാനുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അട ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ അട ഉണ്ടല്ലോ വേകുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ നമ്മുടെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഏകദേശം എങ്ങനെ വെക്കുന്ന മീൻസ് അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്? ഒരു കവർ അടയ്ക്ക് 100 ഗ്രാം ചവ്വരി ശർക്കര മുക്കാക്കില്ല. അപ്പൊ ഒരു കവർ അടയ്ക്ക് 100 ഗ്രാം ചവ്വരിയാണ്. ചവ്വരി ഇവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 എണ്ണം രാവിലെ ഉറക്കം എണീറ്റ് കാപ്പിയും കുടിച്ച് കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കുകയാണ് ഗൈസ്. ടി വിയും കണ്ടോ. കുളിയില്ല, നനയുമില്ല, ഒന്നുമില്ല. നോക്കിക്കോളൂ. ഇതപ്പം നമ്മുടെ അട വെന്ത് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിനെ പച്ചവെള്ളത്തിൽ ഒരു വെള്ളം കഴുകി ഊറ്റിയെടുക്കണം. അട വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അത് നമുക്ക് ഊറ്റണം, മീൻസ് കഴുകിയെടുക്കണം. ഇത് ഈ ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ അത് കഴുകിയെടുക്കണം. അപ്പം ഒട്ടിപ്പിടിക്കത്തില്ല അല്ലേ? അങ്ങനെയല്ലേ? ഒരുപാട് കൊഴുപ്പും പച്ചരി ഒരു വെള്ളം ഒഴിച്ചെടുത്താൽ വരട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? വരട്ടണമെന്നല്ലേ? ഉരുക്കിയ ശർക്കരയും ചവ്വരിയും അടയും കൂടെ പിന്നെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വരട്ടും തോറും അടപ്പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ തേങ്ങയുടെ 2ാം പാലാണ്. അപ്പോൾ അതാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാമേ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി തിളയ്ക്കണം അല്ലേ അമ്മ? ഇതിന് വേവണം, ഇതിനകത്ത് കിടന്ന് വേവണം കേട്ടോ. അട ഓൾറെഡി വെന്തതാണ്. ഈ ചവ്വരി ഉണ്ടല്ലോ, ഈ ഉണ്ടായിട്ട് കിടക്കുന്ന സാധനം, അത് വേഗണം. ഇപ്പം നമ്മുടെ കളർ വെള്ളപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോഴത്തേക്കും തന്നെ ശർക്കരയൊക്കെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അടപ്പായസത്തിന് ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ കേട്ടോ വയ്ക്കാൻ. അമ്മയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഇതപ്പം നമ്മുടെ 2ാം പാലൊഴിച്ച് പായസം ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതാ ഇപ്പം തന്നെ അടപ്രഥമൻ്റെ കളറായിട്ടുണ്ട്. നമ്മുടെ ശർക്കരയുടെ കളർ അനുസരിച്ചാണ് പായസത്തിൻ്റെ കളറും കൂടെ വരുന്നത് കേട്ടോ. നല്ല ഡാർക്ക് ശർക്കരയാണെങ്കിൽ നല്ല ഡാർക്ക് കളറായിരിക്കും പ്രഥമന്. അപ്പം നമ്മൾ 2ാം പാലൊഴിച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾ 1ാം പാല് ചേർക്കും. ചെയ്യുന്നത് നമ്മുടെ ഈ പാലില്ലേ, അത് 3ാം പാല്, 2ാം പാല്, 1ാം പാല് അങ്ങനെയാണ്.
മൂന്നാം പാല് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത് വീണ്ടും രണ്ടാം പാല് ചേർത്ത് ഒന്ന് കുറുക്കിയെടുത്ത് പിന്നെ ലാസ്റ്റ് ഒന്നാം പാല് അങ്ങനെയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മളിപ്പോൾ രണ്ടാം പാല് ഒന്നാം പാല് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് എന്താ പറയുക, മിക്കയിടത്തും 3 പാല് അങ്ങനെയായിരിക്കും എടുക്കുന്നത്. നമ്മളിപ്പോൾ രണ്ടാം പാല് എടുക്കുന്നതേ ഉള്ളൂ. മൂന്നാം പാല് രണ്ടാം പാല് അങ്ങനെ ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയും വയ്ക്കാം അങ്ങനെയും വയ്ക്കാം, നമ്മുടെ രീതിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമല്ലോ. അങ്ങനെ ഇത് നമ്മുടെ നെയ്യിൽ നമ്മുടെ തേങ്ങയില്ലേ ചെറുതായിട്ട് അരിഞ്ഞത് മൂപ്പിച്ചെടുക്കുന്നല്ലേ, മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ പായസം കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് ക്രിസ്പിനെസ്സോട് കൂടി കിട്ടും. ഇത് നമ്മുടെ നെയ്യിൽ നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങ ചെറുതായി അരിഞ്ഞതും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പായസത്തിൽ ചേർക്കാനായിട്ട്. ഇപ്പം ചേർക്കുന്നില്ല, നമുക്കിതൊന്ന് ചെയ്ത് മാറ്റി വയ്ക്കാം, ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ, നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചവരി ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഉണ്ടോ ഗൈസ്, മറയൂർ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതാണ് ഇതിന് ഇത്രയും നല്ല കറുത്ത കളർ. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കേട്ടോ കുടിക്കാനായിട്ട്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഏകദേശം അതൊക്കെ വറ്റി നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. ചവരിയും അടയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒഴിക്കുക, ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇതും നല്ല തിളച്ച് വരുമ്പോൾ ശരിക്കും നല്ല കറുത്ത കളറാവും. ഇതാ ഇപ്പം നമ്മൾ പാൽ ഒഴിച്ചല്ലേ ഉള്ളൂ, നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും കളറ് മാറും കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കളറുണ്ട്, പക്ഷെ തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ നല്ല കളറാവും. ഇനി ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിച്ചത്, പിന്നെ ഓൾറെഡി ഇത് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് തിളച്ച് വരണം. ആദ്യം തിളച്ച് വരുമ്പോഴേക്കും ഏലക്ക പൊടിയും നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, തേങ്ങ, കിസ്മിസ് അതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി. ടേസ്റ്റി അടപ്രഥമൻ. പായസം നമ്മൾ ആദ്യ പാൽ ഒഴിച്ചിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതാ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്ക പൊടിക്കുമ്പോൾ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ഏലക്കയും ചേർത്തു, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി ആദ്യം നമ്മൾ കാക്കയ്ക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് വേണ്ടി ഫുഡ് വിളമ്പുന്നത് കേട്ടോ. അങ്ങനെ ഞാനും അനിയത്തിയും നമ്മൾ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഇല്ല, അനിയത്തിയുടെ ഹസ്ബൻഡും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും കൂടെ ഇലയിട്ട് നമ്മൾ ഓരോന്നായിട്ട് വിളമ്പി കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം വിളമ്പിയിട്ടുണ്ടേ. അപ്പോൾ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് കാണിച്ചു തരാം. ചിപ്സ്, ഉപ്പേരി, പഴം, പപ്പടം, ചോറ്, ഇഞ്ചിക്കറി, നാരങ്ങ, മാങ്ങ, കിച്ചടി, തോരൻ, അവിയൽ, വടക്കൂട്ട് കറി, പിന്നെ പരിപ്പ്, നമ്മുടെ അടപ്രഥമൻ, സാമ്പാർ, വെള്ളം. അപ്പം പിന്നെ നമ്മൾ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഫുഡൊക്കെ വിളമ്പിയിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു ദിവസത്തെ ഹാർഡ് വർക്കാണ് കേട്ടോ. കാരണം അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം സ്വാദാണ്, പക്ഷേ അവർക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പടി സ്വാദ് കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു. പരിപ്പും പപ്പടം എന്ന് പറഞ്ഞാൽ എൻ്റെയും പാപ്പുൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ എന്താ ടേസ്റ്റായിരുന്നു എന്നറിയാമോ? സത്യം പറയാമല്ലോ, എനിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ മക്കളും എല്ലാ കറികളും കൂട്ടി നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഒന്നും വേസ്റ്റ് ആക്കിയില്ല. എല്ലാ കറികളും മിക്സ് ചെയ്ത് അവർ അടിപൊളിയായിട്ട് കഴിച്ചു. എന്നിട്ട് നമുക്ക് പഴം എടുക്കാം. കൂടെ എടുത്ത്
അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കൂട്ടി നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചു കേട്ടോ. മക്കളും പായസവും എല്ലാം കൂട്ടി കഴിച്ചു. എപ്പോഴും അടപ്രഥമൻ നമ്മുടെ പഴമായിട്ട് കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കേട്ടോ. മക്കൾ പിന്നെ കളികളിലും ഒഴുകി, പിന്നെ അമ്മയും അനിയത്തിയും ഒരു സൈഡിൽ കിടപ്പായി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.